നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ക്രൂര പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ CBI. കേസിൽ അറസ്റ്റിലായ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയുടെ നുണപരിശോധന CBI നടത്തും. കഴിഞ്ഞ ദിവസമാണ് പ്രതിയുടെ നുണപരിശോധന നടത്താൻ കോടതി അനുവാദം നൽകിയത്. കേസിൽ പ്രതിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഈ കേസിൽ സഞ്ജയ് റോയി മാത്രമേ ഇതുവരെ CBI പ്രതി ചേർത്തിട്ടുള്ളൂ. എന്നാൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്നും സംഭവത്തിൽ ആശുപത്രിയിലെ നിരവധി പേർക്ക് പങ്കുണ്ടെന്നും കുടുംബം പറയുന്നു. മൊഴികളിലെ വൈരുദ്ധ്യവും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം നടത്തുന്നതുമായുള്ള സംശയവും കാരണവുമാണ് CBI നുണപരിശോധനയ്ക്ക് മുതിർന്നതെന്നാണ് റിപ്പോർട്ട്. അതിനിടെ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് CBI കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടറുടെ വീട്ടിലെത്തി നടത്തിയ മൊഴിയെടുക്കലിൽ 6 മണിക്കൂറോളം നീണ്ടു. അറസ്റ്റിലായ സഞ്ജയ് റോയ് യഥാർത്ഥ കുറ്റവാളി ആയിരിക്കില്ലെന്നായിരുന്നു ഡോക്ടറുടെ കുടുംബം CBI സംഘത്തോട് പറഞ്ഞത്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായെന്നും കുടുംബം ആരോപിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നേരത്തെ ശേഖരിച്ച ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം CBI ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കൊലപാതകം നടന്ന ഓഗസ്റ്റ് 9-ാം തീയതിയിലെയും തലേ ദിവസത്തെയും CCTV ദൃശ്യങ്ങളാണ് പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നത്. ഓഗസ്റ്റ് 8-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കും വൈകിട്ട് 6 മണിക്കും പിന്നീട് രാത്രി 11 മണിക്കും പ്രതി ആശുപത്രി കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് ഓഗസ്റ്റ് 9-ാം തീയതി പുലർച്ചെ 4 മണിക്കും പ്രതി ആശുപത്രി കെട്ടിടത്തിൽ വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡോക്ടറെ കൊലപ്പെടുത്തിയതെന്നാണ് നിലവിലെ നിഗമനം. അതിനിടെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഡോക്ടറുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും CBI ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി ഡോക്ടറുടെ സ്വകാര്യ ഡയറി, ഫോൺ വിളി വിവരങ്ങൾ, ഫോൺ സന്ദേശങ്ങൾ തുടങ്ങിയവ പരിശോധിച്ചാണ് CBI സംഘം സൈക്കോളജിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഇതിനായി ഡോക്ടറുടെ കുടുംബം സ്വകാര്യ ഡയറി അടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം CBIക്ക് കൈമാറി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ മാസം 13-നാണ് കേസന്വേഷണം കൊൽക്കത്ത ഹൈക്കോടതി CBIക്ക് വിട്ടത്.